إن الحمد لله حمدا كثيرا طيبا مباركا فيه. الله أكبر كبيرا والحمد لله كثيرا. سبحان الله بكرة وأصيلا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സദാ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അടിമകളോട് ഏറെ വാത്സല്യവും കാരുണ്യവും വിട്ടുവീഴ്ചയും മാപ്പ് നൽകുന്നവരുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നടപടിക്രമങ്ങൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ദുനിയാവ് ഒരു പരീക്ഷണാലയമാണ്. മനുഷ്യന്റെ ജീവിതത്തില് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിച്ചാല് വ്യത്യസ്ത ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. അത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയായിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരോഗ്യം നൽകിയിട്ടായിരിക്കും ചിലപ്പോൾ പരീക്ഷിക്കുക, ചിലപ്പോൾ രോഗം നൽകിയിട്ടായിരിക്കും അല്ലാഹു പരീക്ഷിക്കുക, ചിലപ്പോൾ സമ്പത്തായിരിക്കും, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും,
ചിലപ്പോൾ ഹലാലുകൾ നൽകിയിട്ടായിരിക്കും, ചിലപ്പോൾ ഹറാമുകൾ നൽകിയിട്ടായിരിക്കും, ചിലപ്പോൾ അനുസരിച്ച് ജീവിതത്തിൽ അനുസരണം എപ്രകാരമെന്ന് പരിശോധിക്കാറും അനുസരണക്കേടുള്ള അവസരങ്ങൾ നൽകിയും പരിശോധിക്കും. അതുപോലെ സന്മാർഗത്തിന്റെ വഴിയും ദുർമാർഗത്തിന്റെ വഴിയും ഇങ്ങനെ എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം നമ്മളൊന്നും ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതാണ് രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും വേദനകളുമല്ല. ആരും ആഗ്രഹിക്കാറുമില്ല. ആഫിയത്തിനു വേണ്ടിയും സൗഖ്യത്തിനു വേണ്ടിയും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നിരുന്നാലും ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചെറുതും വലുതുമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ രോഗവുമായി കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, വർഷങ്ങളായി വേദനയിൽ അല്ലെങ്കിൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ എത്രയോ വർഷം കിടന്ന് ഈ ദുനിയാവിനോട് വേർപിരിയുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെയെല്ലാം പല തരത്തിലുള്ള ചെറുതും വലുതുമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സമാധാനമേൽക്കുന്ന അല്ലെങ്കിൽ അത്തരം രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം നൽകുന്ന, അവരെ പരിചരിക്കുന്നവർക്കും ഒരു സമാധാനം നൽകുന്ന ഒരു 7 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം അല്ലാഹു കാരുണ്യവാനാണ്. നമുക്ക് കൃത്യമായി ഈ രോഗത്തെക്കുറിച്ചും ആ രോഗത്തിലുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചും ഒരാൾ അറിഞ്ഞില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ, ഒരു പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാനും കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ കുറിച്ച് അശ്രദ്ധമാകാനും അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു പറയാനും ചില ആളുകളുടെ സംസാരങ്ങൾ കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസിൻ വലാ അദാ വലാ ഗം ഹത്താ ശൗഖത്തു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒന്നാമത്തെ ഹദീസ് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുസ്ലിമായ ഒരു അടിമക്ക് ക്ഷീണം ബാധിച്ചാൽ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്തു, വൈകുന്നേരം ടയേർഡായി ക്ഷീണിച്ചു, അപ്പൊ ഈ ക്ഷീണത്തിന് പോലും, അതല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന വസം, വേദന, എന്തെങ്കിലും തട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിന് ചില ഭാഗങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു, അതല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ദുഃഖം, വിഷമം, എത്ര വരെ കാലിലൊരു മുള്ളു തറയ്ക്കുന്നത് വരെ അള്ളാഹു അവന്റെ പാപങ്ങൾ അത് മുഖേന അള്ളാഹു മായ്ച്ചു കളയുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നാളെ മരണാനന്തര ജീവിതത്തിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഈ ദുനിയാവിൽ ചെയ്ത തെറ്റുകളും പാപങ്ങളും അവൻ കഴുകിക്കളയണം. അവന്റെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള പല വഴികളിൽ ഒന്ന് അത് അള്ളാഹു തന്നെ സംവിധാനിക്കണം. ഒന്ന് രോഗം നൽകി, ചില പ്രയാസങ്ങൾ നൽകി, ചില ബുദ്ധിമുട്ടുകൾ നൽകി അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ ചില വീഴ്ചകളെ, പോരായ്മകളെ അള്ളാഹു മായ്ച്ചു കളയുന്നു എന്നാണ്. അപ്പൊ സത്യത്തിൽ നമുക്കൊരു തലവേദന വന്നാൽ ഇത് പടച്ച തമ്പുരാന്റെ ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അത് എത്ര മണിക്കൂറാണോ നമ്മൾ അതിന് അനുവദനീയമായ ചികിത്സ തേടുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എല്ലാം ശരിയല്ലേ. പക്ഷെ ആ സമയം വരെ നമ്മുടെ ചെറിയ ദോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ പിഴവുകൾ അള്ളാഹു നമുക്ക് മായ്ച്ചു കളയുന്നു എന്നാണ്. അല്പം വേദനിച്ചാൽ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ഉണ്ടായാൽ പലരും നമ്മൾ അനുഭവിക്കുന്നു. ജോലി ചെയ്യുന്ന ആളുകൾ ക്ഷീണിക്കുന്നു, അനുവദനീയമായ ഹലാലായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ടയേർഡാകുന്നു. അതിനെല്ലാം സഹോദരങ്ങളെ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നാമതൊരു ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്, ആശ്ചര്യം തന്നെ. എന്നിട്ട് പറഞ്ഞു ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, ഒരു മുഅ്മിനെ ബാധിക്കുന്ന എല്ലാ കാര്യവും അവന് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ പറയുന്നത്. ഇൻ അസാബത്തുഹു സറ, അവനൊരു അനുഗ്രഹം ബാധിച്ചാൽ, നമുക്ക് നിയമത്തുകൾ കിട്ടുമ്പോ അതെല്ലാം മുഅ്മിനീങ്ങളാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്നു, ഹംദ് രേഖപ്പെടുന്നു, സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യും. അതുപോലെ അത് ഫകാന ഖൈറൻ ലഹു, അത് അവന് അനുഗ്രഹമായി ഖൈറായി മാറുന്നു. വൈൻ അസാബത്തുഹു ദറ, എന്നാൽ അവനൊരു ഉപദ്രവം ബാധിച്ചാലോ, ഒരു പ്രയാസം ബാധിച്ചാലോ, രോഗമാകട്ടെ, വേദനയാകട്ടെ, പ്രയാസമാകട്ടെ, മാനസിക സംഘർഷമാകട്ടെ, അവൻ സ്വബറ, അവൻ ക്ഷമിക്കുക. ആ വേദനയിൽ, ആ പ്രയാസത്തിൽ, ആ ബുദ്ധിമുട്ടിൽ അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഗുണകരമായി പരലോകത്ത് പ്രതിഫലമായി മാറുന്നു. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കും ലഭിക്കില്ല എന്ന്. ലോകത്ത് ഒരുപാട് ആളുകൾ രോഗികളായി വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല ലഭിക്കുന്നത്. ഒരു കാഫിർ അനുഭവിക്കുന്ന വേദന പോലെ ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന വേദനയ്ക്കും രണ്ടും സഹോദരങ്ങളെ, രണ്ടും വേദനയാണ്, ഒരേ രോഗമാണ്, ഒരേ പ്രയാസമാണ്. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ട്, പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നതുകൊണ്ട്, ക്ഷമിച്ചതുകൊണ്ട് അവന് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് നാളെ വലിയ പുണ്യകരമായി, നന്മയായി പരലോകത്തെ പ്രവേശനം എളുപ്പമാക്കി മാറ്റാൻ അവന് സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നമുക്കറിയാം ആരോഗ്യാവസ്ഥയിൽ നിർവഹിച്ച പല കാര്യങ്ങളും രോഗാവസ്ഥയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. ഇബാദത്തുകൾ വരെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്നും കിടന്നും ചെരിഞ്ഞുമെല്ലാം നമസ്കരിക്കുന്നു. രോഗികൾക്ക് ഉന്നുകൊടുക്കുന്നതിന് വരെ അവർ തൈമം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കരിക്കാൻ അവർക്ക് ഫർള് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നിർവഹിക്കുന്നത്. സുന്നത്ത് നമസ്കരിക്കാൻ കഴിയുന്നില്ല. കുറെ സമയം ദീർഘമായി, ഒരുപക്ഷെ രാത്രി തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾ രോഗം കാരണം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അത് നിർവഹിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥകൾക്ക് അറിയാം. അവർക്ക് ഭയങ്കര വിഷമായിരിക്കും. അവർ പറയും നമ്മളോട്, ഇന്ന് ക്ഷീണമായിട്ട് എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്ക് ഓതുന്നതാണ്, 2 ദിവസമായിട്ട് പനിയായിട്ട് ഓതാൻ പറ്റുന്നില്ല. അതായത് വിഷമങ്ങൾ പങ്കുവെക്കുകയാണ്. കാരണം കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ രോഗം കാരണം അതെനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് വിഷമിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇദാ മരിദൽ അബ്ദ് ഔ സാഫറ, ഒരു അടിമ രോഗിയാകുകയോ അതല്ലെങ്കിൽ യാത്ര പോകുകയോ ചെയ്താൽ, ശ്രദ്ധിക്കണേ, ഒരു അടിമ രോഗിയായാൽ അല്ലെങ്കിൽ യാത്ര പോയാൽ, കുത്തിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, ഇതാണ് ഹദീസ്. അവൻ നാട്ടിലുണ്ടായിരിക്കെ ആരോഗ്യവാനായ അവസ്ഥയിൽ നിർവഹിച്ച അതേ പ്രതിഫലം അല്ലാഹു അവനിൽ രേഖപ്പെടുത്തുമെന്നാണ്. എന്ന് വെച്ചാല് നിന്ന് നമസ്കരിച്ച ആള്, ഒരാൾ ആരോഗ്യാവസ്ഥ നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, പെട്ടെന്ന് അയാൾക്ക് ഒരാഴ്ചയായിട്ട് അസുഖമാണ്, അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് പള്ളിയിൽ വരാൻ തന്നെ അയാൾക്ക് കഴിയുന്നില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ്. കാരുണ്യവാനായ പടച്ചമ്പുരാൻ ആ രോഗം നിശ്ചയിച്ചതും ആ രോഗം ഒരു പരീക്ഷണം നൽകിയതും ആ റഹ്മാനാണ്. ആ റഹ്മാനായ പടച്ചമ്പുരാൻ ആ രോഗം വരുന്നതിന് മുമ്പ് അവൻ സ്വഹീ ആരോഗ്യവാനായിരിക്കെ അവൻ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തുവോ അതേ സൽക്കർമ്മങ്ങൾ കുത്തിബലവും അവന്റെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ച് യുവാക്കളോട്, പലപ്പോഴും പല ആളുകൾ അതായത് തീരെ ഇബാദത്തുകളെല്ലാം മുടങ്ങി അശ്രദ്ധ കാണിച്ച് പിന്നെ അവസാനം വല്ല അപകടങ്ങളോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രോഗങ്ങളോ വന്ന് പിന്നീടാണ് അവർ നമസ്കാരം തുടങ്ങുന്നത്. ശ്രദ്ധിക്കണേ, അതായത് ഒരു പക്ഷേ വലിയ രോഗത്തിന്റെ രോഗം തിരിച്ചറിഞ്ഞ് ആ രോഗാവസ്ഥയിലാണ് നമസ്കാരം ഒരാൾ തുടങ്ങുന്നത്. അയാൾക്ക് അപ്പോൾ നടക്കാൻ വയ്യ, ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇരുന്ന് നിസ്കരിച്ച കൂലിയെ പിന്നീട് രേഖപ്പെടുത്തുകയുള്ളൂ. നേരെ മറിച്ച് ആരോഗ്യവാനായിരിക്കെ
അയാൾ നിന്ന് നമസ്കരിച്ച ആളാണെങ്കിൽ അയാൾക്ക് രോഗം ബാധിച്ച് ഇത് എഴുന്നേൽക്കാൻ ജീവിതകാലത്ത് കഴിയുകയെങ്കിലും അയാൾ ഇരുന്ന് നമസ്കരിച്ചുകൊണ്ടാണ് ഈ ദുനിയാവെന്ന് മരണപ്പെടുന്നതെങ്കിലും നിന്ന് നമസ്കരിച്ചതിന്റെയും അദ്ദേഹം ആരോഗ്യവാനായിരിക്കെ നമസ്കരിച്ച ഓരോ സുന്നത്ത് നിസ്കാരങ്ങളുടെയും ഖുർആൻ പാരായണം ചെയ്ത ഓരോ ഖുർആൻ പാരായണത്തിന്റെയും അദ്ദേഹം എന്തെല്ലാം നന്മകൾ ചെയ്തോ അതിന്റെ എല്ലാം പ്രതിഫലം അദ്ദേഹത്തെ രേഖപ്പെടുത്തും. അപ്പൊ നമ്മള് അതാണ് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപയോഗപ്പെടുന്നത്. ചില ആളുകൾ മുട്ടുവേദന വരുമ്പോഴാണ് നിസ്കാരം തുടങ്ങുന്നത്. മുമ്പ് ഇപ്പൊ കുറെ മാറ്റം അൽഹംദുലില്ലാ. പണ്ട് റിട്ടയർഡ് ആകണം ആളുകൾ പള്ളിയിൽ വന്ന് ഒരു 10-60 കഴിഞ്ഞാല് അപ്പോഴാണ് പള്ളിയിൽ ഒരു പഴയ ആളുകൾക്കറിയാം. ഒരു 30 വർഷത്തിന് മുമ്പത്തെ അവസ്ഥ പള്ളിയിൽ കുറെ വയസ്സായ ആളുകൾ മാത്രമേ പള്ളിയിൽ കാണാൻ കഴിയുള്ളൂ. കുട്ടികളും യുവാക്കളൊന്നും പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ജമാഅത്ത് നമസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത് അങ്ങനെ ആയിരുന്നു. അൽഹംദുലില്ലാ അതെല്ലാം മാറി. ക്ലാസ്സുകളും ഖുതുബകളും അല്ലെങ്കിൽ ദീനീയപരമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാറി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, നോക്കൂ നിങ്ങൾ, ഇപ്പൊ സ്ത്രീകൾ അവർക്ക് ആർത്തവകാലത്ത് നമസ്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അവർക്ക് നമസ്കാരം നിഷിദ്ധമാണ്. പക്ഷേ അവർ അതിനു മുമ്പ് അവർ നമസ്കരിക്കുന്നവരാണോ, ഖുർആൻ ഓതുന്നവരാണോ, ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണോ, ദിക്റുകൾ ചൊല്ലുന്നവരാണോ എങ്കിൽ ആ സമയം മുഴുവൻ അവർക്ക് അതേ പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. അതാണ് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ. നേരെ മറിച്ച് അതിനുമ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനും അവർക്ക് കൂലിയില്ല. രണ്ടാമത് ഉപയോഗിച്ചൊരു പദം സാഫറ, യാത്ര പോവുകയാണെങ്കിൽ. നമുക്കറിയാം, യാത്ര പോകുമ്പോൾ യാത്രയിൽ നമ്മൾ ജമ്മാക്കി നമസ്കരിക്കുന്നു, അതുപോലെ കെസറാക്കി നമസ്കരിക്കുന്നു. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറില്ല. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്തും വിത്റുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീഴ്ച പറ്റാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമസ്കാരങ്ങൾ യാത്രയിൽ പോലും സ്വാഭാവിക ലോറിന് അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമുള്ളത്, ഇശാന് ശേഷമുള്ള സുന്നത്ത് ഒരു യാത്രക്കാരൻ നമസ്കരിക്കേണ്ടതില്ല. പക്ഷേ 4 റക്അത്ത് 2 റക്അത്തായി നമസ്കരിക്കുന്നു. പക്ഷെ അല്ലാഹു അവന് കൂലി കൊടുക്കുന്നത് അവൻ മുഖ്യമായിരിക്കെ, അതായത് യാത്ര പോകുന്നതിന് മുമ്പ് നാട്ടിൽ താമസിച്ചിരിക്കുമ്പോ എപ്രകാരമാണോ നമസ്കരിച്ചത്, എത്ര അല്ലെങ്കിൽ എത്ര ആയത്തുകൾ ഓതി, അല്ലെങ്കിൽ എത്ര സമയം അവർ ചെലവഴിച്ചു, അതിനെല്ലാം പ്രതിഫലം സുബ്ഹാനല്ലാഹ് അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു കാരുണ്യവാനാണ്. നമ്മളെ രോഗം തന്ന് പരീക്ഷിച്ചിട്ട് നമുക്കിങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് അല്ലാഹുക്ക് അതൊരു സന്തോഷമല്ല. അതിൽ അല്ലാഹു ഇങ്ങനെ നമ്മളിങ്ങനെ മുഅ്മിനീങ്ങളെ വേദനിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്നതല്ല പടച്ചതമ്പുരാൻ. മറിച്ച് നമ്മുടെ ഖൈറാണ്, നമ്മുടെ നന്മയാണ്, നമ്മുടെ പരലോക വിജയമാണ് അല്ലാഹു ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നിയ്യത്ത്, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. മറ്റൊന്ന് ഇസ്ലാം പറഞ്ഞു, അതൊരു ഖുദ്സിയായ ഹദീസാണ്. 4ാമത്തെ കാര്യം, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് തുലീതു അബ്ദിൽ മുഅ്മിൻ. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. പലരും അശ്രദ്ധ പറ്റുന്ന അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കാത്ത ഒരു വിഷയം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനായ എന്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചു, എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ നൽകി. ശ്രദ്ധിക്കണം, ഫലം യശ്കുനി ഇലാ ഉവാദിഹി. ഒരുപാട് സന്ദർശകർ വരും രോഗിയെ കാണാൻ. നമ്മൾ രോഗമായാലും അല്ലെങ്കിൽ നമ്മളെ വിളിച്ചന്വേഷിക്കും, നമ്മളെ സന്ദർശിക്കാൻ വരും. അപ്പൊ അവരോട് ഒരു ആവലാതിയും അയാൾ പറയുന്നില്ല. എങ്ങനെയുണ്ട്, ഒന്നും പറയണ്ടാവും, ഒരാഴ്ചയായിട്ട് 8 ഞാൻ തിരിഞ്ഞും ഇതൊന്നും പറയുന്നില്ല. അയാൾ വേദന കൊണ്ട് കുളയാണ്, പ്രയാസപ്പെടും. എന്നാലും സന്ദർശകരോട് ഒരു പരാതി പോലും എന്തില്ല, ഈ വേദനയെ കുറിച്ചോ അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചോ ഇയാൾ സംസാരിക്കുന്നില്ല. ശ്രദ്ധിക്കണം, നമ്മൾ അത് സാധാരണ ആളുകൾ ചോദിക്കും, പറയും, ഒരു വേദന പറയും, ഞാൻ കുറെ ദിവസം ഉറങ്ങിയിട്ട് കുറെ ദിവസമായിട്ട് ഞാൻ മരുന്നിന് ആകെ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പ്രയാസങ്ങൾ പറയും. ഇവിടെ സന്ദർശകരോട് ഒരു പരാതിയും ഇയാൾ ഒരു മുമ്പിൽ സംസാരിക്കുന്നില്ല. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അത്ലഖ്തുഹു മിനിസാരി, എന്റെ ഈ അസീർ എന്ന് പറഞ്ഞ തടവ് പുള്ളിനാണ്, ആ രോഗിയെ കുറിച്ചാ പറഞ്ഞത്. ഈ രോഗിയെ ഞാൻ അവന്റെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കും. സുമ്മ അബ്ദലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മി, അവന്റെ ഇപ്പോഴുള്ള ലഹ്മിനേക്കാൾ പുതിയ ലഹ്മി ഞാൻ അവന് മാംസം
പുതിയ മാംസം ഞാൻ അവന് കൊടുക്കും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ ഉള്ള രക്തത്തെക്കാൾ പുതിയ രക്തം ഞാൻ അവന് നൽകും എന്ന് ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് കിട്ടുമോ എന്ന് അറിയുന്നത് വളരെ കുറവായിരിക്കും. കാരണം നമ്മളെല്ലാം ഇങ്ങനെ ഒരാളോട് എന്താ ചോദിച്ചാൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്താണ് സുഖാണോ ചോദിച്ചാൽ ഒന്നും പറയണ്ട. അത് ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കുന്നു മനുഷ്യന്മാർ. അതുണ്ടാകരുത്. അപ്പൊ രോഗിയാണെങ്കിൽ പോലും പ്രയാസമാണെങ്കിൽ പോലും സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അതിന് പ്രാധാന്യം പറയും. അപ്പോ ഈ പരാതികൾ ആളുകളോട് പരാതി പറയേണ്ടത് യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ പരാതിയും തന്റെ ആവലാതിയും തന്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം അള്ളാഹുവിനോടാണ് ബോധ്യപ്പെടുത്തിയത്, അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ വരുന്ന ആളുകളോട് ഇങ്ങനെ പരാതികളും അവരുടെ വേദനകളൊക്കെ പറഞ്ഞാല് ഈ കിട്ടുന്നൊരു ഫലം പുതിയ മാംസവും പുതിയ രക്തവും അള്ളാഹു നൽകി അവന്റെ രോഗത്തിൽ നിന്ന് മുക്തമാക്കുമെന്നുള്ളൊരു അനുഭവം അല്ലെങ്കിൽ എന്ന അനുഗ്രഹം ഒരുപക്ഷെ തടയപ്പെടും. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ആ കാര്യം കൂടി പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ഇബ്തുലീതു അബ്ദൻ മിൻ ഇബാദി, എന്റെ അടിമയെ ഞാൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, രോഗമാകാം, പ്രയാസാകാം, ബുദ്ധിമുട്ടാകാം, അവനെ ഞാൻ പരീക്ഷിച്ചാല് അവൻ ആ വിപത്തിൽ ഫഹമിദനി അലാ മാ ഇബ്തുലൈതുഹു, ഞാൻ അവനെ പരീക്ഷിച്ചതിന്റെ പേരിൽ അവൻ എന്നെ സ്തുതിക്കുകയാണ്. ഒരു പനി വന്നു, അൽഹംദുലില്ലാഹ്. ഒരു വേദന, എന്തെങ്കിലും ഒരു വേദന വന്നു, അൽഹംദുലില്ലാഹ്. അവനൊരു രോഗം ബാധിക്കുകയോ ഒരു പ്രയാസം ബാധിക്കുകയോ ഒരു ബുദ്ധിമുട്ട് ബാധിക്കുകയോ ചെയ്തിട്ട് അവൻ അല്ലാഹുവിനെ കാരണം ഈ അൽഹംദുലില്ലാഹ് പറയണത് അത് കുറച്ചുകൂടി വൈഡാണ്. കാരണം എന്താ വെച്ചാല് ഈ ഖൈറും ശർറും എല്ലാം ബാധിക്കുന്ന അല്ലാഹുവിൽ നിന്നാണ്. ഈമാന്റെ ഒരു ഭാഗമാണത് ഖൈറും ശർറും മിനല്ലാഹി തആല എന്നുള്ളത്. അപ്പൊ ഇത് എനിക്ക് ബാധിച്ച് ഞാൻ ക്ഷമിച്ചാല് നാളെ പരലോകത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം ലഭിക്കുന്നതിന്റെ ചിന്തയെ കുറിച്ചാണ് ഇവിടെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നത്. അങ്ങനെ ഒരു അടിമ സ്തുതിച്ചാൽ അവന്റെ കിടപ്പറയിൽ ആ രോഗിയായി കിടന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നത് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായി ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. അടുത്ത അനുഗ്രഹം ഇതൊക്കെ നമുക്ക് രോഗികൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു അസുഖം വന്ന് 2 ദിവസം ബെഡിൽ കടന്നു, ആ ഈ ഉണ്ടെങ്കിൽ ആ 3 ദിവസം കടന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു ഹജ്ജ് നിർവഹിച്ചു വരുന്ന കൂലിയെ കുറിച്ചാണ് സാധാരണ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആകാതെ സാധാരണ നമ്മൾ കേൾക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആ ബെഡിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാം. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയൊരു കുട്ടിയായി, ഇപ്പോൾ ജനിച്ചൊരു സന്താനമായി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ അതിനെന്ത് വേണം? ഈമ് വേണം. ഒന്ന് ഈമാണ്. നമ്മൾക്ക് ഈ ഇത്തരം ഹദീസുകളും ഇത്തരം പ്രവാചക വചനങ്ങളുമെല്ലാം അതുങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറണം. ഇത് നമ്മുടെ സംസാരങ്ങളിൽ വരണം. നമ്മുടെ കുടുംബത്തോട് പറയണം. നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ രോഗികളോട് സംസാരിക്കണം. ഇത് ഇങ്ങനെല്ലാം ചില പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കണം. സഹോദരങ്ങൾ, അത്രമാത്രം പ്രതിഫലമാണ്. അത്രല്ല, മറ്റൊന്ന്, 6ാമത്തെ കാര്യം, ഒരിക്കല് പ്രവാചകൻ സൂറത്ത് നിസായിലെ ഒരു ആയത്ത് ഓതി. ആ ആയത്ത് ഓതിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. ആ ആയത്തിലാണ് റസൂലേ, ഞങ്ങൾ എങ്ങനെയാണ് ഒരു സമാധാനം കൈക്കൊള്ളുക? ഞങ്ങളെല്ലാം നശിച്ചത് തന്നെ, ഞങ്ങളെല്ലാം പ്രയാസപ്പെട്ടു തന്നെ. കാരണം ഈ ദുനിയാവിൽ ആരൊരു തെറ്റ് ചെയ്തോ അതിനവന് തക്കതായ ശിക്ഷ കിട്ടും, തക്കതായ പ്രതിഫലം. എന്ന് വെച്ചാൽ ദുനിയാവിൽ ഇവിടെ ചെയ്ത തെറ്റിന് ഇവിടെ തന്നെ ആളുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്നൊരായത്താണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് ഭയപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് മാത്രമല്ല, സ്വഹാബികൾ ഒന്നടങ്കം വന്നു. അവര് എങ്കിൽ ഞങ്ങൾ നശിച്ചത് തന്നെ പ്രവാചകരെ, ഇങ്ങനൊരു പരീക്ഷ, ഇങ്ങനൊരു ആയത്ത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ദുനിയാവിൽ തെറ്റ് ചെയ്യാത്ത, അബദ്ധങ്ങൾ വരാത്തത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇവിടെ ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞ് പരാതിയുമായിട്ടാണ് വരുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്മൾ ജീവിതത്തിൽ വരുന്ന
അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുക, ഹറാമായത് ചെയ്യുക, ഹറാമായത് പ്രവർത്തിക്കുക, ഹറാമായത് ഭുജിക്കുക, ഹറാമായത് കാണുക, കേൾക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അരുതായ്മകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് ശിക്ഷ ലഭിക്കുമെന്നാണ്. അപ്പൊ അത് ഭയന്നിട്ടാണ് ഈ ആയത്തുമായിട്ട് എന്താണ് ഇതിന്റെ വിശദീകരണത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമക്കല്ലാഹ് യാ അബൂബക്കർ, അബൂബക്കർ അല്ലാഹു താങ്കൾക്ക് കാരുണ്യം ചെയ്യട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അലസ്തു തംറം, അല്ല അബൂബക്കർ നിനക്ക് രോഗം ബാധിക്കാറില്ലേ? അലസ്തു തൻസം, അല്ല അബൂബക്കർ നിങ്ങൾക്ക് ക്ഷീണം ബാധിക്കാറില്ലേ? അലസ്തു തുസീബുക്കൽ ലവാ, നിങ്ങൾക്ക് പ്രയാസം അതുപോലെ വേദനകളും ബുദ്ധിമുട്ടൊക്കെ ബാധിക്കാറില്ലേ? എങ്കിൽ അത് മുഖേനയാണ് അള്ളാഹു ഈ ചെയ്ത തെറ്റിനുള്ള പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് ചില നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചില രോഗം ബാധിക്കുന്നത് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം. അപ്പൊ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു അസുഖം വന്നു വിചാരിക്കാം. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ അള്ളാഹു കൽപ്പിച്ച് ഏതെങ്കിലും കൽപ്പന ഞാൻ ലംഘിച്ചോ എന്ന് പരിശോധിക്കാം. അപ്പൊ ഒന്നിരിക്കുന്നത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു അപകടം സംഭവിച്ചു, നിങ്ങളൊരു വണ്ടി കൊണ്ട് ഒരു ആക്സിഡന്റ് ആയിട്ടായിരിക്കാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രയാസമായി, രോഗം എന്തോ ആകട്ടെ, നിങ്ങൾ ചിന്തിക്കേണ്ട ആദ്യം, ഞാൻ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകൾ, അരുതായ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിന്റെ അനന്തര ഫലം ഈ ദുനിയാവിൽ അനുഭവിച്ചതാണ്. ഇതൊരു മുമ്മിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങൾക്ക് രോഗം ബാധിക്കാറില്ലേ, നിങ്ങൾക്ക് പ്രയാസം ക്ഷീണം ബാധിക്കാറില്ലേ, ഇത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഒരു കഫാറ, ഒരു പ്രായച്ചിത്തം ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ തന്നു തീർക്കുകയാണ്. പരലോകത്ത് ശിക്ഷല്ല, പരലോകത്ത് ശിക്ഷല്ല. ഇതിന് പറയിച്ച ആളുകൾ ചോദിക്കും, ഞാന് പിന്നെ എന്തിനാണ് എന്നെ പഠിച്ചോൻ പിന്നെ ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഉത്തരാണ്. ഞാൻ നമസ്കരിക്കാറില്ലേ? ഉണ്ട്. ഞാൻ ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ അതിനു പുറമെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ കടന്നു വരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ, സ്വയം പരിശോധിക്കാൻ ഈ ഹദീസുകൾ നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന, നാളെ പരലോകത്ത് വലിയ പ്രതിഫലമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ, ഒരു തെറ്റ് വളരെ മാന്യമായി നമസ്കാരവും ദിക്റുകളും ഖുർആൻ പാരായണവും, അതൊരു തെറ്റില്ല, അയാൾ നല്ല എപ്പോഴും സൽക്കാരം, പക്ഷെ എന്നിട്ടും രോഗം, അല്ലെങ്കിൽ രോഗത്തിന് മേൽ വീണ്ടും രോഗം, വീട്ടിൽ പ്രയാസങ്ങൾ, കുടുംബത്തിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ, അയാളെ കുറിച്ച് ആർക്കും അങ്ങനെ ഒരു മോശപ്പെട്ട ജീവിത രീതി നയിക്കുന്നതോ, മദ്യപിക്കുക, പുകവലിക്കുക, ലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹറാമായിട്ട് കാണുക, അങ്ങനത്തെ ഒരു പരാതിയുമില്ല. അപ്പൊ എന്റെ അതിന്റെ അടിസ്ഥാനം അത് റസൂൽ മറ്റൊരു ഹദീസാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ, ആ അടിമ ജനിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിലാകുന്ന സമയത്ത് തന്നെ 5 കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു എന്നൊരു ഹദീസുണ്ട്. പക്ഷെ അല്പം വിശദീകരിക്കേണ്ട ഭാഗമാണ്. അതിന്റെ ഒരു അവസാനത്തെ ഭാഗമാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളെല്ലാം ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ 120 ദിവസം പ്രായമായ ഒരു ഉമ്മയുടെ ഒരു 4 മാസം നമ്മള് ഗർഭസ്ഥ ശിശുവാകുന്ന സമയത്ത് 5 കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അതിന് അവസാനത്തെ കാര്യം റസൂൽ പറഞ്ഞത് സഈദ് ഔ ശഖീ എന്നാണ്. സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് ഓരോ മനുഷ്യരും, ഓരോ പിഞ്ചു പൈതലും ഈ ദുനിയാവിൽ ജനിച്ചു കൊള്ളുന്നതിന് മുമ്പേ തീരുമാനിക്കപ്പെടുന്നു. അപ്പൊ ഇവൻ സ്വർഗാവകാശിയാണെങ്കിൽ, ഉന്നതമായ സ്വർഗത്തിലെ സ്ഥാനം ഇവിടെ ലഭിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇവന്റെ അമലുകൾ കൊണ്ട് അത് എത്തിപ്പെടാൻ ഇവന് സാധ്യമല്ല. ഈ ഒരുപാട് നമസ്കാരം, അതുകൊണ്ട് ഇവന് ആ ഉന്നതമായ നേട്ടം നേടിയെടുക്കാൻ അവന് കഴിയില്ല. അതാണ് ഇന്നൽ അബ്ദ ഇദാ സബഖത്തുലഹു മിനല്ലാഹി മൻസിലതൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മൻസിൽ, ഒരു സ്ഥാനം അവന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ലം യബ്ലുഹാ ബിഅമലിഹി, അവന്റെ അമലുകൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു ഇബ്തലല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷണം നൽകും. അപ്പൊ ചില ആളുകൾ 10-20 വർഷമായി മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ കാണുന്നു, സാമ്പത്തികമായി അതിനു വേണ്ടി ചെലവഴിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ, വേദനകൾ, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, ക്ഷീണം പിടിച്ച ഒരുപാട് ദിനരാത്രങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള
ഒരു ഹദീസാണ്. നിങ്ങൾ ഇവിടെ അനുഭവിച്ച ആ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന്റെ ഫലം നിങ്ങളെ സ്വർഗത്തിൽ അത്യുന്നതമായ നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ അർഹമുറാഹിമിനായ പടച്ച തമ്പുരാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് എന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന സഹോദരങ്ങളെ, സഹോദരികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും കാരുണ്യവാനായ പടച്ച തമ്പുരാന്റെ ആ പടച്ച തമ്പുരാനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു തെറ്റായ ചിന്ത ഉണ്ടാകാതിരിക്കാനും, അതുമാത്രമല്ല അള്ളാഹു എന്നോട് കാരുണ്യം കാണിച്ചതിന്റെ ഫലമാണ് ഈ രോഗമെന്ന് തിരിച്ചറിയാനും ചില സ്വഹാബികള് അവരുടെ സംസാരങ്ങളിൽ ആ രോഗങ്ങളെല്ലാം, ആ പ്രയാസങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിയ സ്വഹാബികൾ കഴിഞ്ഞു. അവര് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അർഹമുറാഹിമായ പടച്ച തമ്പുരാൻ നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. പൂർണ്ണ ആരോഗ്യവും ആശ്വാസവും ആഫിയത്തും അള്ളാഹു അവർക്ക് ഉന്നതമായ ദർജകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah rabbil alamin kaseeran tayyiban barakan fi sallallahu ala nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in alhamdulillah rabbil alamin. സ്നേഹം നിറഞ്ഞ സഹോദരികളെ, വിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സദാ നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമുറാഹിമീനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നടപടിക്രമങ്ങൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നടത്തുവാൻ നമ്മളെല്ലാം ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓരോരുത്തരുടെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നമുക്ക് നൽകിയ ഈ ജീവിതം, ഈ ദുനിയാവിലെ അവസരങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും, നമ്മുടെ പോരായ്മകൾ സംഭവിക്കുന്നവരാണ്, അബദ്ധങ്ങൾ, വീഴ്ചകൾ, ഹറാമുകൾ, അതെല്ലാം നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന വീഴ്ചകൾ നമ്മളൊന്ന് വിലയിരുത്തുക, എന്നിട്ട് ആ കാരുണ്യവാനായ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാം. കാരണം ഒരു സെക്കൻഡ്, ഒരു നിമിഷം മതി നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തോൽ ചെയ്യാൻ. ആ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഹൃദയം നൊന്ത് വളരെ ആത്മാർത്ഥമായി കലങ്ങിയ കണ്ണുകളോടെ, തപിക്കുന്ന ഹൃദയത്തോടെ ഈ കരങ്ങൾ ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. തൗബ ചെയ്ത് മടങ്ങുന്നവൻ പാപം ചെയ്യാത്തവരെ പോലെയാണ് അള്ളാഹു പരിഗണിക്കുക. അതുകൊണ്ട് അള്ളാഹു കാരുണ്യവാനാണ്. എപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ, രാത്രിയിൽ തെറ്റ് ചെയ്തവർ പകലിൽ പശ്ചാത്തപിക്കാനും ആ പശ്ചാത്താപം സ്വീകരിക്കാനും, പകലിൽ തെറ്റ് ചെയ്തവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രി മുതൽ പകൽ വരെയും അള്ളാഹുവിന്റെ കരങ്ങളും നീട്ടിയിരിക്കുന്നു. വെച്ചാൽ ഖിയാമത്ത് നാളെ വരുന്നത് വരെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതുവരെ ഈ അവസ്ഥ തുറന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തൗബ അധികരിപ്പിക്കുക, വന്നുപോയ തെറ്റുകൾ അല്ലാഹു ഖേദിച്ചു മടങ്ങുക. അതോടൊപ്പം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മണ്ഡലം കോൺഗ്രസ് സ്ഥലങ്ങളിലുള്ള നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടികൾ, അവരുടെ പ്രസംഗവും ഖുർആൻ പാരായണവും അതുപോലെ മറ്റു പരിപാടികൾക്ക് വേണ്ടി നമ്മുടെ ജില്ലയിൽ പല ഭാഗത്തിലുള്ള മദ്രസകൾ ഒരുമിച്ച് കൂടി ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച പറളി അറബി കോളേജിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മക്കൾക്കുള്ള ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപീകരണം എല്ലാ മഹല്ലുകളിലും പള്ളികളിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ സംഖ്യ ആ മക്കൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ നൽകണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുറാഹിമീനായ പടച്ച തമ്പുരാൻ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും പുണ്യപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുവാനുമുള്ള ഈമാനും തഖ്വയും അതിനുള്ള അവസരം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വീഴ്ചകളും പോരായ്മകളും അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ആരോഗ്യം ശിഫയും നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അവരുടെ ഖബർ ജീവിതം വിളിച്ചു വിശാലതയും നൽകി അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നിർമ്മിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل دعاء إنك أنت السميع العليم وتب علينا إنك أنت
التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين.